CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി ഐക്യമുള്ള കരുത്തുള്ള പാർട്ടിയായി കേരളത്തിലെ CPIM മാറിയെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. കേരളത്തെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കേന്ദ്രം കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കേന്ദ്രത്തിന്റേത് വിവേചനപരമായ നിലപാടെന്നും സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. ഏറ്റവും ന്യായമായ കാര്യങ്ങൾക്കടക്കം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം. കേന്ദ്രത്തെ ഇന്ന് ഭരണനേതൃത്വം വഹിക്കുന്ന BJPയുടെ മനോഭാവത്തിൽ നിന്നാണ്. BJPയുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളമെന്ന സംസ്ഥാനം BJPക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. BJPയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, CPIM സംസ്ഥാന സമ്മേളനം അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ അടക്കം മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിച്ചു. ഇന്ന് സമാപന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി അടക്കം വിവിധ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കേന്ദ്രത്തിന്മേൽ പഴിചാരുന്നതിനപ്പുറത്തേക്ക് BJP RSSനെതിരെ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടത്തി വരുന്നതെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതായത് ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തന്നെ, അതായത് ഇന്ന് നടന്ന സംസ്ഥാന സമ്മേളനത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി MV ഗോവിന്ദൻ മാറിയിരുന്നു. അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത് ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിയുള്ള വലിയ ഒരു പരിപാടിയായി മാറി. അത് വലിയ നേട്ടമായി തന്നെ അദ്ദേഹം അതായത് സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാട്ടം തുടർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷമാണ്, അതാണ് നരേന്ദ്രമോദി എന്നും ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാനുള്ള പ്രവണതയാണ്, അതിനെതിരെ പോരാടുകയാണെന്ന് CPIM എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതിപക്ഷത്തെയും വിമർശിച്ചു. ഒന്നും ചെയ്തില്ല, ഒപ്പം നിൽക്കുന്നില്ല, സംസ്ഥാന സർക്കാർ കേരളത്തിന് വേണ്ടി പോരാടുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശവും എല്ലാം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ പ്രത്യേകിച്ചും MV ഗോവിന്ദന് ശേഷം പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ടും പറഞ്ഞിരുന്നു. അതായത് ഈ ഐക്യമുള്ള കരുത്തുള്ള പാർട്ടിയായി CPIM വളർന്നു. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടാൻ പാർട്ടിക്ക് കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കി. BJP RSS ഹിന്ദുത്വ വർഗീയ പ്രതിഷേധത്തിനെതിരായി വർഷങ്ങളോളം CPIM പോരാടുകയാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും മുന്നേറി പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയമാണ് ഈ അവതരിപ്പിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ സംസാരിച്ചിരുന്നു. അതിൽ BJP RSS താല്പര്യങ്ങളുമായി ഇടകലർത്തി. അതായത് വളരാൻ സമ്മതിക്കാതെ സർക്കാർ സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുകയാണ്. കേന്ദ്രം പണം അനുവദിക്കാതെയും പിന്തുണയ്ക്കാതെയും സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്തുന്നു, വിവേചനമാണ് കാണിക്കുന്നത്, മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും നൽകുന്നില്ല, ദുരന്തഘട്ടത്തിൽ പോലും കേരളത്തെ തടയുന്ന നിലപാടെടുത്തു. ഈ നിലപാടിനെതിരെ ശബ്ദം ഉയർത്താനായി പ്രതിപക്ഷം നിന്നില്ല. പ്രതിപക്ഷം പോലും ഒന്നും പ്രതികരിക്കാതെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ നയരേഖ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഏത് സാങ്കേതിക രംഗം പരിശോധിച്ചാലും കേരളത്തിൽ നിന്ന് പുറത്തുപോയി മലയാളികൾ വലിയ നേട്ടം കൊയ്യുന്നു. ഇവിടെ നിന്ന് നേടുന്ന വിദ്യാഭ്യാസമാണ്. അവർ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപങ്ങൾ ഇടുന്നു. ഈ നിക്ഷേപങ്ങൾ എല്ലാവരും ചെയ്യുന്നില്ല. അതുകൊണ്ട് കൂടുതലുള്ളവരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കും. കേരളത്തിൽ മറ്റ് സംരംഭങ്ങൾ തുടങ്ങാനും അതിനെല്ലാം പിന്തുണ നൽകും. സാമ്പത്തിക നിക്ഷേപം ഉണ്ടാകുമ്പോൾ ഈ നിക്ഷേപം നടത്തുന്നവർക്കും സാമ്പത്തികമായി വളർച്ചയുണ്ടാകുന്നുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെ കേരളത്തിനുള്ളിൽ തന്നെ വികസനം ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള ഒരു ഒരുക്കമായാണ് കാണുന്നത്. അല്ലാതെ ഈ വിഭവ സമാഹരണത്തിന് മറ്റൊരു തരത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പകരം ഫീസും സെസ്സും ഏർപ്പെടുത്തുന്ന കാര്യം പോലും സാധ്യതയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതായത് വെറും സാധ്യത പരിശോധന മാത്രമാണ്. ഈ ഫീസും സെസ്സും ഒക്കെ പലയിടത്തും ഈടാക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. സാധാരണക്കാരനെ ഒരിക്കലും വലയ്ക്കുന്ന രീതിയിലുള്ള നിലപാട് CPIM സ്വീകരിക്കില്ല. CPIMന്റെ നിലപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നയരേഖ രൂപീകരിച്ചതെന്നും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തന്നെ CPIM ഈ പ്രതിനിധി സമ്മേളനത്തിനുള്ളിൽ വിശദമായി മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ വലയ്ക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള
പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ ഇതുപോലെ സാമ്പത്തികമായി കയ്യിലുള്ളവരെ അവരിൽ നിന്ന് പണം ശേഖരിച്ച് അല്ലെങ്കിൽ അവരെ നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് വളർച്ചയിലേക്ക് കൊണ്ടുവരിക. കേരളം വളരെ മുന്നിലേക്ക് പോകും, വളരെ വൈകാതെ തന്നെ കേരളത്തിൽ വികസനം ഉണ്ടാകും, വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പിന്തുണ നൽകുകയാണ് LDF സർക്കാർ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിരാ ശരി വിഷ്ണു.